ഒരു പ്രസംഗ മധ്യേ സുകുമാർ അഴീക്കോട് മാഷോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു മറുപടിയാണ്, വിഗ്രഹത്തെ കാണാനല്ല, വിഗ്രഹത്തിൻ്റെ പിന്നിലെ വെളിച്ചത്തെ കാണാനാണ് നീ കണ്ണടയ്ക്കുന്നതെന്ന്. അപ്പോൾ ശ്രീകോവിലേക്ക് നോക്കി കണ്ണടയ്ക്കുമ്പോൾ നമ്മൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നത് യഥാർത്ഥത്തിൽ എന്തിനാണെന്ന ചോദ്യത്തിന് ഉത്തരം അതാണ്. കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മൾ ആ വിഗ്രഹത്തിന് പിന്നിലെ മഹാവെളിച്ചത്തെ, യഥാർത്ഥത്തിൽ നമ്മളുടെ ഉള്ളിലെ ആ വലിയ വെളിച്ചത്തെ കാണുന്നതിനാണ് എന്നതാണ് യഥാർത്ഥത്തിൽ ആ സങ്കല്പം, ആ തത്വം എന്നത് അദ്ദേഹം അന്ന് ശരിയാവണ്ണം സൂചിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ശബരിമലയുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് പൊതുവെ ക്ഷേത്ര വിശ്വാസങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ എല്ലാം സിംബോളിക്കാണ്. ഓരോ പ്രതീകാത്മകമായ കാര്യങ്ങൾ തന്നെയാണ്. പ്രതീകാത്മകമായ സംഗതികളെ മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയില്ല. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, തീർത്ഥാടകരിങ്ങനെ കാത്തു നിൽക്കുകയാണ്. എല്ലാവരും പൊന്നമ്പലമേട്ടിലേക്കും ദീപാരാധന നടക്കുന്ന ക്ഷേത്രാങ്കണത്തെ സോപാനത്തിലേക്കുമൊക്കെ നോക്കുന്നു. അവിടെ അങ്ങ് ദൂരെ നമുക്ക് ചെറിയ തോതിലെങ്കിലും ഇപ്പോൾ അവിടെ നോക്കാം, അവിടെ നമ്മൾ പൊന്നമ്പലമേടിൻ്റെ വളരെ വിദൂരമായ ദൃശ്യം. അവിടെ ഇരുട്ട് പരന്നിട്ടുണ്ട്, വെളിച്ചം മാഞ്ഞിട്ടുണ്ട്. ഉത്തരായന കാലത്തിനൊരു പ്രത്യേകത കൂടി ഉള്ളത്, പകൽ ദൈർഘ്യമുള്ളതായിരിക്കും. അതുകൂടി പറഞ്ഞു പോകാം. ഉത്തരായന കാലത്ത് പകൽ ദൈർഘ്യമുള്ള പകലും ദൈർഘ്യം കുറഞ്ഞ രാത്രിയും എന്നുള്ള, അപ്പോൾ വെളിച്ചമാണ് അവിടെ പ്രധാനപ്പെട്ടത്. ഉത്തരായനത്തിൻ്റെ പ്രത്യേകത വെളിച്ചമാണ്. അപ്പോൾ വെളിച്ചം എന്നതാണ് അതാണ് അയ്യപ്പനെ നമ്മൾ ജ്യോതി സ്വരൂപൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ജ്യോതി എന്നത് അയ്യപ്പൻ്റെ ഒരു പ്രതീകം കൂടിയാണ്. വെളിച്ചം എന്നതാണ് ഉത്തരായനത്തിൻ്റെ പ്രത്യേകത. അയ്യപ്പൻ ജ്യോതി സ്വരൂപനാണ്, പരമ്പൊരുളാണ്. അപ്പോൾ ആകെ വെളിച്ചമാണ്. അപ്പോൾ ആ വിളക്കുകൾ അവിടെ കത്തിക്കുകയാണ്. അയ്യപ്പനെ തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര 18-ാം പടി കടന്ന് സോപാനത്തിങ്കിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ മുഴുവൻ വെളിച്ചവും, മുഴുവൻ നിലവിളക്കുകളും, മുഴുവൻ തട്ടുവിളക്കുകളും ചിരാതുകളും ഒക്കെ തെളിയിച്ച് വിശ്വാസികൾ ശരണം വിളിച്ച് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ആ ദൃശ്യങ്ങളിൽ കാണാം, അങ്ങനെ ആ വലിയ വിളക്കുകളൊക്കെ അവിടെ തെളിയിക്കുകയാണ്. ഇനി നടപ്പന്തലിലേക്ക് പോയാൽ അവിടെയും കർപ്പൂരം ഒക്കെ തെളിയിക്കാൻ കാത്തു നിൽക്കുകയാണ്. ചിരാതുകളൊക്കെ തെളിയിക്കാൻ അവിടെ വിശ്വാസികൾ കാത്തു നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ശരംകുത്തിയിൽ നിന്നുള്ള യാത്ര അവിടെ ഒന്ന് തുടങ്ങിയിട്ടുണ്ട്. സമയം 6:04 കഴിഞ്ഞു, 6:04 അപ്പോൾ ഇനി 6:30 ദീപാരാധനയുണ്ട്. ദീപാരാധനയ്ക്ക് മുമ്പ് അവിടേക്ക് എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കണം. ആചാരപരമായി ദീപാരാധന എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു ആചാരപരമായ സംഗതികളാണ്. അപ്പോൾ അതിൻ്റെ ചിട്ടവട്ടങ്ങളോടൊക്കെയാണ് ദീപാരാധനകൾ നടക്കാറുള്ളത്. അപ്പോൾ അവിടെ ആ സമയത്തേക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ആ സമയത്ത് അവിടെ എന്തൊക്കെയാണോ ചെയ്യേണ്ടത്, ശ്രീകോവിലിനുള്ളിൽ ചെയ്യേണ്ടത്, ആ ശ്രീകോവിലിനുള്ളിൽ ചെയ്യേണ്ട ജോലികളൊക്കെ അവിടെ, താന്ത്രികമായ വിധികളൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളുടെ രാഹുൽ സുരേഷ് അവിടെ വിശദാംശങ്ങളുമായി സന്നിധാനത്തു നിന്ന് ചേരുന്നുണ്ട്. രാഹുൽ, എന്താണ് സന്നിധാനത്തെ ഇപ്പോഴത്തെ കാഴ്ചകൾ? അവിടെ തിരുവാഭരണ ഘോഷയാത്ര എത്താൻ സമയമാകുന്നുണ്ടല്ലോ അല്ലേ? വിജയകുമാർ, ശബരിമല സന്നിധാനത്തെ പ്രപഞ്ചത്തിൽ മുഴുകിക്കേക്കുന്ന ശരണവിളികളുടെയും അയ്യപ്പ സ്തുതികളുടെയും താളവും മേളവും രൂപവും ഒക്കെ ഓരോ നിമിഷവും ഇങ്ങനെ മാറി മറിയുകയാണ്. തീർത്ഥാടകരെല്ലാം തൊഴുകൈകളോടെ ശ്വാസമടക്കി പിടിച്ച് കണ്ണിമ ചിമ്മാതെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അതിന് 2 ഉദ്ദേശമാണ് ഉള്ളത്. ഒന്ന്, തിരുവാഭരണ ഘോഷയാത്ര കണ്ട് തൊഴുക, മറ്റൊന്ന് പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന മകരവിളക്ക് ദർശിക്കുക. ഇത് രണ്ടും ഒരു അയ്യപ്പ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തീർത്ഥാടന കാലത്തെ പുണ്യദിനമായി, പുണ്യകാഴ്ചയായി കാണുന്നതാണ്. അതുകൊണ്ട് അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. അതിനുള്ള ദൂരം ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ്. വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ തിരുവാഭരണ ഘോഷയാത്ര അല്പസമയത്തിനുള്ളിൽ സന്നിധാനത്തേക്ക് എത്തും. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. മന്ത്രിയുടെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെയും എല്ലാ നേതൃത്വത്തിൽ ആ തിരുവാഭരണ ഘോഷയാത്ര സ്വീകരിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി. അവരെല്ലാം ഈ കൊടിമര ചുവട്ടിൽ കാത്തു നിൽക്കുകയാണ്. ഉടൻ തന്നെ ഘോഷയാത്ര ഇവിടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നു മുതൽ, അതായത് തിരുവാഭരണം ഇവിടെ എത്തി ശ്രീകോവിലിനുള്ളിൽ ദീപാരാധന പൂർത്തിയായിട്ടുണ്ടെങ്കിൽ പിന്നെ കാണുന്നത് തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെയാണ്. അത് ഇത്തരത്തിൽ ചുരുങ്ങിയ ദിവസങ്ങളിൽ മാത്രമാണ് കാണാനാവുകയുള്ളൂ. വൃശ്ചികം 1-ന് നട തുറന്നാൽ 41-ന് നട അടയ്ക്കുകയും പിന്നീട് മകരവിളക്ക് പൂജകൾക്കായി നട തുറന്നുള്ള ദിവസങ്ങളിലും ഒക്കെ നമ്മൾ കാണുന്നത് നെയ്യഭിഷേക പ്രിയനായ അയ്യപ്പനെയും, കർപ്പൂര പ്രിയനായ അയ്യപ്പനെയും, കളഭാഭിഷേക പ്രിയനായ അയ്യപ്പനെയും, പുഷ്പാഭിഷേക പ്രിയനായ അയ്യപ്പനെയും ഒക്കെയാണ്. പക്ഷേ ഇന്ന് ഈ തിരുവാഭരണം എത്തി, തിരുവാഭരണം അയ്യപ്പന് മേൽ ചാർത്തിയിട്ടുണ്ടെങ്കിൽ ഇന്നു മുതൽ 3 ദിവസം കാണാൻ പോകുന്നത് തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെയാണ്. ഇന്ന് കാണാൻ കഴിയാത്ത തീർത്ഥാടകർക്ക് നാളെയും മറ്റന്നാളും അതിനുള്ള ദിവസവും കാണാം. 17-ാം തീയതി വരെ തിരുവാഭരണം ചാർത്തിയ അയ്യപ്പനെ ദർശിക്കാനുള്ള അവസരമുണ്ട് എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് തന്നെ വ്യക്തമാക്കുന്നത്. ഇന്ന് 2 ലക്ഷത്തിലധികം തീർത്ഥാടകർ സന്നിധാനത്ത് തുടരുന്നു. അതിൽ ഭൂരിഭാഗം തീർത്ഥാടകർക്കും ഒരുപക്ഷെ അയ്യപ്പനെ ദർശിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ നാളെയും മറ്റന്നാളും അതിനുശേഷമുള്ള ദിവസവും അത് കാണാനുള്ള അവസരമുണ്ട്. അതിനുള്ള
ദിവസം അതിനുള്ള അവസരം വരും ദിവസങ്ങളിലുമുണ്ട്. അതിനുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ഇപ്പോഴും ഇവിടെയുള്ള ഇടങ്ങളെല്ലാം തന്നെ, അതായത് കെട്ടിടങ്ങളുടെ മുകളിലാണെങ്കിലും ക്ഷേത്ര സന്നിധിയിലാണെങ്കിലും എല്ലാം തീർത്ഥാടകരാൽ നിറഞ്ഞു കവിഞ്ഞു. ഇനിയുള്ള നിമിഷങ്ങളിൽ തീർത്ഥാടകർ ഒരുപക്ഷെ ഈ പൊന്നമ്പലമേട് കാണാൻ കഴിയാത്ത തീർത്ഥാടകരൊക്കെ ഒരുപക്ഷെ ഈ മരത്തിന് മുകളിലൊക്കെ കയറിയിരുന്നുള്ള ദൃശ്യങ്ങൾ കൂടി നമ്മൾ വരും നിമിഷങ്ങളിൽ കാണേണ്ടി വരും. വിജയകുമാർ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ നേരം സന്ധ്യ മയങ്ങുകയാണ്. പൊന്നമ്പലമേട്ടിൽ ഇരുട്ട് വീണിരിക്കുന്നു. ഇപ്പോൾ സമയം 6:10 ഏതാണ്ട് 10 മിനിറ്റിനുള്ളിൽ തിരുവാഭരണ ഘോഷയാത്ര ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തും. അതിനുശേഷമായിരിക്കും ദീപാരാധന നടക്കാൻ പോകുന്നത്. പിന്നീട് 6:45 പൊന്നമ്പലമേട്ടിൽ തീർത്ഥാടക ലക്ഷങ്ങൾ കാത്തിരിക്കുന്ന ആ പുണ്യ നിമിഷം ദൃശ്യമാകും. മകരവിളക്ക് തെളിയും. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ശബരിമല സന്നിധാനം ആകെ. വിജയകുമാർ, തീർച്ചയായും ദീപപ്രഭയിൽ അങ്ങനെ സ്വർണ്ണവർണ്ണത്തിൽ തിളങ്ങുകയാണ് സന്നിധാനവും അയ്യപ്പൻ്റെ തിരുസന്നിധിയായ പൊന്നമ്പലവും. പൊന്നമ്പലമേട്ടിൽ അയ്യപ്പൻ്റെ ശ്രീകോവിലിന് പുറത്ത് എത്രയോ ലക്ഷക്കണക്കിന് ഭക്തരാണ് കാത്തു നിൽക്കുന്നത്. ഇനി ആ തിരുവാഭരണം ചാർത്തിയുള്ള ആ ദർശനം ഒരു നോക്ക് കാണുക എന്ന ആഗ്രഹത്തിൽ, ആ ലക്ഷ്യത്തിൽ എത്രയോ തീർത്ഥാടകരാണ് ദിവസങ്ങളായി അവിടെ സന്നിധാനത്ത് തമ്പടിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ തിരുവാഭരണ പേടകം, ആ പേടക വാഹക സംഘം 26 പേരുടെ സംഘം, കുളത്തിനാൽ ഗംഗാധരപിള്ള എന്ന മനുഷ്യൻ 6 പതിറ്റാണ്ടായി ഈ തിരുവാഭരണ പേടകം ശിരസിലേറ്റുന്ന കുളത്തിനാൽ ഗംഗാധരപിള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ശരംകുത്തി പിന്നിട്ട് സന്നിധാനത്തേക്ക് അടുക്കുകയാണ്. അവരെ സന്നിധാനത്ത് നിന്ന് പോയ ഭഗവാന്റെ അനുജ്ഞയുള്ള സംഘം, മാലയിട്ട് അവരെ സ്വീകരിക്കാൻ പോയ സംഘം അവരെ കൂട്ടിക്കൊണ്ട് സന്നിധാനത്തേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഇനി മുഴങ്ങാൻ പോകുന്നത് താളമേള വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി കടന്നു വരുന്ന തിരുവാഭരണത്തിൻ്റെ കടന്നുവരവ്. ആ ഘോഷയാത്രയ്ക്ക് വരവേറ്റുകൊണ്ട്, എതിരേറ്റുകൊണ്ട് സന്നിധാനത്തെ മുഴുവൻ ഭക്തരും, അവിടെയുള്ള മനുഷ്യരെല്ലാവരും ശരണം വിളിക്കാൻ ഒരുങ്ങുകയാണ്. ഇപ്പോൾ തന്നെ അവർ പാട്ടുകൾ പാടി, അയ്യപ്പൻ്റെ സ്തുതികൾ പാടി ആ സന്നിധാനത്തെ ആകെ ശരണമന്ത്രങ്ങളാൽ മുഖരിതമാക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ശ്രീകോവിൽ ഇനിയുള്ള പൂജകൾ, ഈ തിരുവാഭരണം വന്നാൽ 1-ാം പെട്ടി അത് തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഏറ്റുവാങ്ങി ശ്രീകോവിലിനുള്ളിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷമാണ് ആ 1-ാം പെട്ടിയിലുള്ള അയ്യപ്പൻ്റെ ആഭരണങ്ങൾ, ആടയാഭരണങ്ങളൊക്കെ അണിയിച്ച് പന്തള രാജാവ് വളർത്തുമകനായ അയ്യപ്പന് കൊടുത്തയച്ച, സ്നേഹത്തോടെ കൊടുത്തയച്ച പിതാവിൻ്റെ പിതൃവാത്സല്യമാണ് ആ ആഭരണങ്ങൾ. ആ ആഭരണങ്ങളൊക്കെ അണിയിച്ച് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി അതിനുശേഷമുള്ള ദീപാരാധന. ആ ദീപാരാധനയ്ക്ക് സന്നിധാനത്ത് മണികൾ മുഴങ്ങുമ്പോൾ അങ്ങ് പൊന്നമ്പലമേട്ടിൽ അയ്യപ്പൻ്റെ, ശബരിമല അയ്യപ്പൻ്റെ ശ്രീമൂലസ്ഥാനമായി കരുതപ്പെടുന്ന പൊന്നമ്പലമേട്ടിൽ ദേവകളുടെ ദീപാരാധന എന്നാണ് വിശ്വസിക്കുന്നത്. അവിടെ മകര വിളക്ക് ദർശനമുണ്ടാകും. അങ്ങനെ പൊന്നമ്പലമേട്ടിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകരെ നമുക്ക് കാണാം.